സമയം. So your time starts in 3, 2, 1, go. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം സ്വന്തം ജീവൻ തന്നെയാണ്. ഞാൻ ഈ ആംബുലൻസിന്റെ വളയം പിടിച്ചു തുടങ്ങിയ കാലം മുതൽ ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കാറുണ്ട്, നീ എടുത്ത കേസുകളിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ തോന്നിയിട്ടുള്ളത് ഏതാണ്, അല്ലെങ്കിൽ ഏത് കേസാണ് നിന്റെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരുപാടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു സമയം എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഞാൻ എടുത്തൊരു കേസ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. ഒരിക്കലും സ്റ്റാൻഡിലിങ്ങനെ ഇരിക്കുമ്പോൾ സാധാരണ നമുക്കൊരു ഫോൺ വരും, പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഇന്ന ഹോസ്പിറ്റലിൽ എത്തുക, ഇന്നടത്തോട്ട് എത്തുക എന്ന് പറയും. പിന്നെ ഒരു ചോദ്യമില്ല, നമുക്ക് വണ്ടി എടുത്ത് പായുക എന്നുള്ളത്. അപ്പം അങ്ങനെ എനിക്കൊരു കോൾ വരുന്നു, എമർജൻസി ആണ്, ഇന്ന ഹോസ്പിറ്റലിലേക്ക് വരണം. ഞാൻ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഒരു 2 കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും വരുന്നു കോള്, ഷമോൻ ചേട്ടാ വരണമെന്നില്ല, ഞങ്ങൾക്കൊരു ഓട്ടോ കിട്ടി. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റി, എന്താണ്? അപ്പോൾ പറഞ്ഞൊരു ഒരു കൊച്ചിനാണ് ശ്വാസം കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു ഓട്ടോയിൽ പോകാൻ കഴിയില്ല, കാരണം അവിടുന്ന് ഏതാണ്ട് 12 കിലോമീറ്ററോളം തൊട്ടടുത്തുള്ള കട്ടപ്പന വലിയ ഹോസ്പിറ്റലിൽ എത്തണം. അപ്പോൾ ഈ വളവൊക്കെ ഇടുക്കിയിലെ വഴികളാണ്, അറിയായിരിക്കും. ഈ വളവ് തിരിഞ്ഞ് ഒരു ഓട്ടോറിക്ഷ എത്തണമെങ്കിൽ കുറഞ്ഞത് 25 മിനിറ്റ് 30 മിനിറ്റ്. ഞാൻ പറഞ്ഞത് ഡേഞ്ചറാണ്, ഞാൻ എത്താം എന്ന് പറയുന്നു. ഞാൻ ചെല്ലുമ്പോൾ റോഡ് ഫുൾ ബ്ലോക്കായി. ഞാൻ ചെന്ന് ആംബുലൻസ് തിരിക്കുന്നു. സ്കൂൾ ബസ് ഉണ്ടായിരുന്നു, ഒത്തിരി ആൾക്കാർ ആ ബ്ലോക്കിൽ 1 മിനിറ്റ് എനിക്ക് വേണ്ടി ടൈം തരുന്നു. ഞാൻ ആംബുലൻസ് നിർത്തിയിട്ട് സ്ട്രക്ചർ എടുക്കാനാണ് ഞാൻ ആദ്യം ഓടുന്നത്. പക്ഷേ ഈ ഇറങ്ങിയ ഞാൻ കണ്ടത് ഒരു പിഞ്ചു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഒരു അമ്മ ഓടി വരുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ഒരു നിമിഷം ഞാനൊന്ന് പതറിപ്പോയി. മറ്റൊന്നുമല്ല, എൻ്റെ വീട്ടിലും ഈ പ്രായത്തിലുള്ള ഒരു കുഞ്ഞ്, എനിക്ക് എൻ്റെ മോളുണ്ട്. എൻ്റെ മുന്നിലുള്ളത് 12 കിലോമീറ്റർ ദൂരമാണ്. ഞാൻ 5 മിനിറ്റ് കൊണ്ട് ആ കുട്ടിയെ ആ ഹോസ്പിറ്റലിൽ എത്തിച്ച് വണ്ടി തിരിച്ചു വിട്ട വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്നപ്പോൾ ഈ കുട്ടിയുടെ കരച്ചിലാണ് ഞാൻ കേട്ടത്. കരച്ചിൽ കേട്ട് സന്തോഷിച്ച ഒരു നിമിഷമായിരുന്നു അത്. കാരണം ആ കുട്ടിക്ക് ശ്വാസം എടുത്തു, ജീവൻ കിട്ടി. ഏതാണ്ട് 2-3 മിനിറ്റിലാണ് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. ഒരു വണ്ടി എനിക്ക് ബ്ലോക്ക് ആയിരുന്നെങ്കിൽ, ഒരു പോലീസുകാരൻ എനിക്ക് വഴി തരാതിരുന്നെങ്കിൽ, ഒരു വ്യക്തി എൻ്റെ വണ്ടിക്ക് ക്രോസ് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ആശുപത്രിയിൽ സംഭവിക്കുന്നത് മറ്റൊന്നായിരുന്നു എന്നുള്ളതാണ്. 1 മിനിറ്റിലാണ് ഒരു പിഞ്ചു കുഞ്ഞിന്റെ, ലോകം എന്തെന്നറിയാത്ത 3 മാസമുള്ള ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത് കേൾക്കുന്ന ഈ പ്രേക്ഷകരോട്, അല്ലെങ്കിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സൈറൻ മുടുക്കി റോഡിലൂടെ ചീറിപ്പാഞ്ഞു വരുന്ന ഒരു ആംബുലൻസ് കണ്ടാൽ നിങ്ങൾ 1 മിനിറ്റ് നിങ്ങൾ ആ വാഹനത്തിന് വഴി കൊടുക്കണം. കാരണം അതിനുള്ളിലത് ഞാൻ ഈ പറഞ്ഞ പോലെ ലോകം എന്തെന്നറിയാത്ത ഒരു പിഞ്ചു കുഞ്ഞുണ്ടാവും, തുടിക്കുന്ന ഒരു ജീവൻ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു വഴി, 1 സെക്കൻഡിൽ വണ്ടി മാറ്റി കൊടുത്താൽ ഒരു ജീവൻ രക്ഷിക്കാം. അതാണ് ഈ ഒരു അവസരത്തിൽ ടൈമിനെ കുറിച്ച് എനിക്ക് പറയാം. ജീവിതത്തിൽ സമയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കേട്ടിട്ടുള്ള ഒരു വാചകം പറയാമോ? ഞാൻ വേഗതയാണ്, സമയം ഈക്വൽ വേഗത. അതാണ് ഞങ്ങളുടെ ആംബുലൻസ് ഡ്രൈവർമാരുടെ മുന്നിലുള്ള ലക്ഷ്യം. അതാണ് ഇത്ര ടൈമിൽ ഇവിടെ എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് നോക്കാറ്. അല്ലേ, ഞാൻ ചോദിച്ചത് ഏറ്റവും സന്തോഷം നൽകിയൊരു വാക്ക് സമയവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ, പല ഡോക്ടേഴ്സും നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ള വാചകമുണ്ടല്ലോ, കൃത്യസമയത്ത് എത്തിച്ചതുകൊണ്ട് എന്നൊരു വാചകം എല്ലായ്പ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഒരുപാട് ചോദിച്ചത് ആംബുലൻസ് ഡ്രൈവറായിട്ട് ചോദിച്ചതാ. പക്ഷെ ഷാമോൻ സമയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു ആംബുലൻസ് ഡ്രൈവേഴ്സിന് വേണ്ടിയിട്ട് മാത്രം സംസാരിച്ചതുപോലെ ആയിപ്പോയി. സമയം ടോട്ടാലിറ്റിയിലും കൂടെ കുറച്ച് കൊണ്ടുവന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പം 1 വർഷത്തെ സമയം, അല്ലെങ്കിൽ സമയം ഉള്ളതുകൊണ്ട് എന്റെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്, ഓരോ സെക്കൻഡ് മുതൽ ഓരോ വർഷം വരെ എല്ലാത്തിനും സമയമുണ്ട്. സമയത്തെ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക. നഴ്സ് ജെറ്റിയുടെ ജോലിയെ കുറിച്ച് തന്നെയാ പറയാനുള്ളത്. സോ ജെറ്റി, യുവർ ടൈം സ്റ്റാർട്ട്സ് ഇൻ 3, 2, 1, ഗോ. ഒരു സാലറി കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ജോലി ചെയ്യുന്ന ആൾക്കാരല്ല നഴ്സുമാരെന്നുള്ളത്. ഞങ്ങളെ സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ പോലും ഞങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്, ഞങ്ങളെ ജീവിത അനുഭവങ്ങളുണ്ട്. ഞങ്ങൾക്ക് അതൊന്നും ഒരു പൊതുസമൂഹത്തിന് മുമ്പിലോ ഒരു ടെലിവിഷൻ ചാനലിലോ ഇതുവരെ പറയാനുള്ള ഒരു വോയിസ് വരെ കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ ഇപ്പൊ എന്റെ ജീവിതത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, എന്റെ അമ്മയ്ക്ക് പനിയായിട്ട് ആശുപത്രിയിൽ വിറച്ച്, അമ്മ പനിച്ച് വിറച്ച് നിൽക്കുക. എനിക്കാണ് നൈറ്റ് ഡ്യൂട്ടിക്ക് കയറണം, ഫ്ലൂയിഡ് ഇട്ട് കിടക്കുക അമ്മ. എനിക്ക് അമ്മേന്റെ അടുത്ത് നിൽക്കണോ അതോ ഡ്യൂട്ടിക്ക് പോണോ, ആ കൺഫ്യൂഷൻ. അപ്പൊ ഞാൻ പോണെന്നുള്ള രീതിയിൽ എനിക്ക് അമ്മയുടെ കൂടെ നിൽക്കാൻ താല്പര്യം. പക്ഷെ എന്റെ മനസ്സ്, എന്നെ പ്രതീക്ഷിച്ച് കിടക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്റെ അമ്മയ്ക്ക് പനി ഗ്ലൂക്കോസ് ഇട്ടിട്ട് മാറുമല്ലോ, എന്നാലും എനിക്ക് എന്റെ അമ്മനെ ഇതാവുമല്ലോ. അപ്പൊ ഞാൻ എന്റെ പേഷ്യൻസിന്റെ അടുത്തേക്ക് പോയി, മനസ്സിൽ സങ്കടം കൊണ്ട് ചിരിച്ച് പുഞ്ചിരിച്ച് അവർക്ക് വേണ്ടി വർക്ക് ചെയ്തു. ഇപ്പോൾ ഞാൻ ആളെ അഭിമാനിക്കുകയാണ്. ഞാനൊരു നേഴ്സ് ആയതിന്, ഞാൻ ഇവിടെ വരെ എത്തിയതിന് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഈ സ്റ്റേജ് കാണിക്കുന്നതായിരിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും അഭിമാനവും കണ്ടെത്താൻ പറ്റുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് പറയുന്നത്. You're doing that, so proud of you.